മീഡിയയിൽ വന്ന കുറച്ച് കമന്റ്സുകളാണ്. അത് കേട്ടിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കാൻ തോന്നുന്നത് അങ്ങനെ കൊടുക്കാം. ഇത് നമ്മുടെ താങ്കളുടെ വീഡിയോസിനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂസിനോ ഒക്കെ താഴെ വരുന്ന യൂട്യൂബിലും ഒക്കെ വരുന്ന കമന്റുകളാണ്. അപ്പോൾ ആദ്യത്തെ കമന്റ് ഞാൻ വായിക്കുകയാണേ. ബാബു സ്വാമിക്ക് എപ്പോഴും ഒരു കള്ള ലക്ഷണമുണ്ട്. ഒരാൾ ചെയ്ത കമന്റാണ്. അതായത് നിങ്ങൾ എപ്പോഴും കമന്റുകളെ നോക്കി ജീവിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ വാക്കുകളെയാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇതല്ലേ ഇതിനോടൊപ്പമുള്ള. അതിനെ അവഗണിച്ച് കളയുക. എങ്കിൽ മാത്രമേ നമ്മളിലെ യഥാർത്ഥ ജീവനെയും നമ്മളിലെ യഥാർത്ഥ ഭാവത്തെയും നമുക്കറിയാൻ കഴിയുള്ളൂ. ഇത് വേറൊരു വ്യക്തി അയാളുടെ ചിന്തയിൽ എഴുതിയതാ. അതിനാണ് പലരും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇനി ചുമ്മാ വായിച്ചോളൂ. ഞാനിതൊന്നും വലിയ ബാബു സ്വാമിക്ക് എപ്പോഴും ഒരു കള്ള ലക്ഷണമുണ്ട്. മറുപടി പറഞ്ഞോളൂ, വായിച്ചോളൂ. അല്ല, ആ ഒരു കമന്റിന്റെ താങ്കളുടെ മറുപടി എന്താണെന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. ആ ഒരു ഒറ്റ വാക്കാണ്. നിങ്ങക്ക് വേറെ ഒരു കമന്റും ഇല്ലായിരുന്നോ കുട്ടികളെ? ഇല്ല, നല്ലതും വരുന്നുണ്ട് കേട്ടോ. താഴെ വരുന്നുണ്ട്. ബാബുസ്വാമിക്ക് എന്താന്ന് പറഞ്ഞത്? ലക്ഷണമുണ്ട് അത്ര. അത് അദ്ദേഹത്തിനല്ല കള്ള ലക്ഷണം ഉള്ളത്, ആ എഴുതി വെച്ച ആളിനാണ്. കാരണം അയാളൊരു കള്ളനാണ്. അതുകൊണ്ട് ആ എഴുതി വെച്ച ആളുടെ ഉള്ളിലുള്ള കള്ളങ്ങൾ അയാള് ശുദ്ധമായിട്ടും സ്പഷ്ടമായിട്ടും അവിടെ എഴുതി വെച്ചു മറ്റൊരാളെ ചാർത്തിക്കൊണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ അദ്ദേഹത്തെ. ആ സംസാരം വൈറലായത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അറിഞ്ഞിരുന്നോ? അതായത് ബാബുസ്വാമി എന്നുള്ളത് പാട്ട് വരെയായി. അതറിഞ്ഞായിരുന്നോ? കുട്ടികളൊക്കെ അതെടുത്ത് പാട്ടാക്കി, അത് പല രീതിയിൽ വികൃതമാക്കി, വികലമാക്കി. കുറെ പേര് അതിൽ നിന്ന് നല്ല റവന്യൂ ആക്കി. ആ റവന്യൂ ആക്കിയവരോട് എല്ലാരോടും പറയുന്നു 7558787559 ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പേടിഎമ്മിലോ ക്യാഷ് ഇടുക. കുറെ എണ്ണം അങ്ങനെ ചെയ്ത് കഴിക്കുന്നില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയാം. എനിക്ക് അതിനുള്ള ക്യാഷ് തരിക. കാരണം എനിക്ക് എവിടെ നിന്ന് പോകാൻ നേരം വാഹനത്തിന് പൈസ കൊടുക്കണം. നാളെ പുലർച്ചെ, ഇന്ന് ഇരുട്ടി പുലർച്ചെ പോകുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വന്നു. ഓരോരുത്തരും എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയി ചെയ്യുന്ന ഓരോരുത്തരും എനിക്ക് അതിനുള്ള വരുമാന മാർഗം തന്നുകൊണ്ടേ ഇരിക്കുക. മോനെ ഇതിടണം, ഇതിട്ടില്ലെങ്കിൽ ഇതിടണം. 7558787559 ഇതെൻ്റെ ജീവിത മാർഗമാണ്. എനിക്ക് ഇനി ഇങ്ങോട്ട് കയറി വരാനുള്ളതാ. ഇനി ധാരാളം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് പോകേണ്ടവരാണ്. ഇതിടണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുഞ്ഞ് ദാനധർമ്മമെങ്കിലും എനിക്കും ഇതിൽ നിന്നും നിങ്ങൾക്കും തരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ചാനലിന്റെ ഉടമയെ മാത്രം ഞെക്കിപ്പിഴിയാതെ നാഗദേവിയുടെ അടുത്ത് വന്ന് അവിടുന്നും കൂടെ സൈഡ് ബിസിനസ് പോലെ ഇവിടെയും വന്ന് ഒരു 100 രൂപയെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാൻ നോക്കണം. ഞാൻ കണ്ടില്ലേ, എനിക്ക് ഒരു ലജ്ജയും ഇല്ലാതെ, ഒരു നാണമോ മാനമോ ഇല്ലാതെ ഞാൻ ക്യാമറയുടെ മുന്നിലിരുന്ന് പറയുന്നു. എൻ്റെ പുതിയ മാർഗമാണ്, തന്നേ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ അത് നിങ്ങൾ നാണിക്കേണ്ടേ മാനിക്കേണ്ടേ ഇല്ല കേട്ടോ മക്കളെ. ഇവിടെ നാണിക്കേണ്ടേ മാനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കൂലി തരണം. എൻ്റെ വീഡിയോ മുഴുവൻ എടുത്തുകൊണ്ട് പോയിരുന്നോ? തരട്ടെ, എനിക്ക് ചെലവിന് തരട്ടെ. ക്യാമറ കട്ട് ചെയ്യരുത് മോനെ. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. നന്നായിട്ട് ഓടും. എത്ര ലക്ഷം ആൾക്കാരുണ്ട് നിങ്ങളുടെ ചാനലില്? 20 ലക്ഷം പേരുടെയും ഹൃദയത്തിനകത്തോട്ട് ചെന്ന് തറച്ച് മുള്ളു കുന്തം പോലെ കുത്തി ഇറക്കട്ടെ ഇത്. നാഗാദേവിയുടെ ത്രസിക്കുന്ന തീപാറുന്ന വാക്കുകൾ കേട്ടോ. ഇതിന്റെ അടിയിൽ വന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വന്ന് എഴുതി വെക്കുവാണെങ്കിൽ ആ ഐഡിയ എടുത്തോണ്ട് പോയി ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് പൂരത്തെറി വിളിക്കും മക്കളെ. പറയാം. അടുത്ത കമന്റിലോട്ട് പോവാം നമുക്ക്. കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് ഒരു വലിയ ഭീഷണിയാണ് ഈ അമ്മ. ഒരാളുടെ കമന്റാണ്. ഭീഷണിയോ? കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വലിയൊരു ഭീഷണിയാണ് നാഗാദേവി എന്നുള്ളത്.
കൊടുങ്ങല്ലൂരമ്മ ഞാനും കണ്ടിട്ടില്ല. എനിക്കറിയില്ല കൊടുങ്ങല്ലൂരമ്മ. അവര് കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല മോനെ. ഞാൻ ആർക്കും ഒരു ഭീഷണിയല്ല. അവരെന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്നും എനിക്കറിയില്ല. ആ ആള് എഴുതി വെച്ച ആള്. ഇനി പറഞ്ഞോളൂ. അടുത്ത പറയട്ടെ. എല്ലാം കൊള്ളാം, ഇവരൊന്ന് തെറി പറയാതെ ഇരുന്നൂടെ? ആ ആൾക്ക് തെറി കേൾക്കാതിരിക്കാതിരുന്നൂടെ? കേൾക്കാൻ വരാതിരിക്കാമല്ലോ അയാൾക്ക്. കേൾക്കാതിരിക്കാമല്ലോ. അയാൾ ഇറന്ന് വന്ന് എന്തിനാ ഇങ്ങനെ വന്ന് കാതും കൊണ്ട് വന്നിരിക്കുന്നത്? നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയി ചീത്ത വിളിച്ചിട്ടില്ല. ഇല്ല, ആളുടെ വീട്ടിൽ പോലും അത് ആരാ, ഏത് ഐഡിയ? എനിക്കറിയില്ല കുട്ടികളെ. ഇവരെ ഒന്നും നിങ്ങൾ ഈ കമന്റൊക്കെ പറക്കി എടുത്തോണ്ട് ഇവിടെ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് എന്നോട് ചോദിക്കുമ്പോ ഇതുങ്ങളൊക്കെ ഏതാന്ന് പോലും എനിക്കറിയില്ല. അയാൾക്ക് ഈ ഫോണ് പിന്നെ അയാൾ എന്തിനാ യൂസ് ചെയ്യുന്നേ? പിന്നെ എന്തിനാ ഈ സിം? എന്തിനാ അയാൾ എന്തിനാ ഇത്ര രൂപ റീചാർജ് ചെയ്ത് കേൾക്കുന്നത്? അയാൾക്കത് കേൾക്കാതിരിക്കാവല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കുഴപ്പമാണോ? ആ ആള് നിരന്തരം അയാൾക്കത് കേൾക്കണം. അതുകൊണ്ടല്ലേ അയാള് കായ വീഴുന്നാലും കുത്തി തുറന്ന് ആ കായ മൊത്തം എടുത്ത് കളഞ്ഞിട്ട് കേൾക്കാൻ വരുക. അടുത്തത്, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല, അതാണ് നാഗയും. ഉള്ളതാണോ? സത്യമാണോ? തീയിൽ കുരുത്തത് ഇന്ന് വരെ തീയില് ഒന്നും കുരുത്തിട്ടില്ല. എല്ലാം കരിഞ്ഞു പോയിട്ടേ ഉള്ളൂ മോനെ. അത്രയും സ്ട്രോങ് ആണെന്നാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. മോനെ, ഇത് സ്ട്രോങ് ആയിട്ടുള്ള മറുപടി ഇല്ലയോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു തീ ഇങ്ങനെ കത്തിയിരിക്കുക, അതിനകത്ത് ഒരു വിത്ത് കൊണ്ടിട്ട് കുരുക്കുവാണോ ചെയ്യുന്നത്? കരിഞ്ഞു പോവുകയാണോ ചെയ്യുന്നത്? നീ മോനൊന്ന് ആലോചിച്ച് നോക്ക് മോനെ. ആലോചിക്കണ്ടെന്നേ, പച്ച യാഥാർത്ഥ്യമല്ലേ. ആ തീക്കകത്തിലോട്ട് വിത്ത് കൊണ്ടുവന്നിടുമ്പോ അത് കുരുക്കുവാണോ ചെയ്യുന്നത്? അത് മൊത്തം കരിഞ്ഞുവാണെങ്കിൽ അത് പിന്നെ കാശിനും കൊള്ളത്തില്ല, എന്തളിഞ്ഞു പോകുമല്ലേ. എത്ര ലളിതമായിട്ടാ മോനെ ഞാൻ ഇതിനൊക്കെ ഉത്തരം തരുന്നത്. നിങ്ങൾ ഈ വലിയ നിങ്ങൾ ശരിക്കും പറഞ്ഞ എന്നോട് കുസൃതി ചോദ്യം ചോദിക്കാൻ കുസൃതി കമന്റ്സ് ആണ്. അടുത്തത്, ഇത് ഇച്ചിരി കടുപ്പമുള്ളൊരു കമന്റ് കേട്ടോ. ഈ സ്ത്രീയെ എത്രയും പെട്ടെന്ന് ജയിലിൽ പിടിച്ചിടണം. എന്താ വലിക്കാന്? അല്ലെ, ഞാൻ അയാളുടെ ഒന്നും എടുത്തിട്ടില്ല. അത് ഏത് ഐഡിയ മോനെ? പേര് പറ, അയാൾ വന്നൊന്ന് കേക്കട്ടെ. ഇത് യൂട്യൂബിലെ കമന്റ്സ് ആണ്. അത് നിങ്ങൾ ഐഡിയുടെ പേരൊന്ന് പറ, അത് കേക്കണം. ഇയാൾ വന്ന് കേക്കണം. എന്താവശ്യമാണ്? ഒന്നുകിൽ ആരെങ്കിലും ആ മനുഷ്യനെ ഞാൻ എന്തെങ്കിലും ഉപദ്രവിക്കണം, വീട്ടിൽ കയറി അടിക്കാനോ കൊല്ലാനോ ഞാൻ പോണം. എനിക്കങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും ഇന്നുവരെ ആരെയും കൊന്നിട്ടില്ല. എന്തെങ്കിലും കൃത്യമായിട്ടുള്ള എന്തെങ്കിലും വേണം. ഒന്നുകിൽ മോഷ്ടിക്കാൻ പോണം, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടിയിട്ട് അടിക്കണം. അതൊക്കെ ഒരുതരം പ്രാന്തല്ലയോ? ഇതുവരെ ആ പ്രാന്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്തോ അല്ല, ഞാനേ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് എന്താവശ്യത്തിന് എന്നെ പിടിച്ച് ജയിലിടണ്ട? ശരിക്കും പറഞ്ഞാൽ ആ ആളിനെ വേണം നല്ല മെന്റൽ ഹോസ്പിറ്റലിൽ എങ്ങാനും കൊണ്ടുവന്ന് ചികിത്സിക്കണം. ആ ആളിന്റെ ഐഡിയുടെ പേരിങ്ങിട്ട അയാളോട് 10 ദിവസം ഇവിടെ വന്ന് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഓരോ തവണ ഇനി ഇങ്ങോട്ട് പോവാം, നമുക്ക് ചിരിക്കുകയും ചെയ്യാം, കമന്റ് വായിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇതിലൂടെ നല്ല വരുമാനവും കിട്ടും. നമുക്കിവിടെ ചോറും കറിയൊക്കെ വെച്ച് കഴിക്കുകയും ചെയ്യാം. ഒരു ദിവസത്തെ എല്ലാം ആവും അല്ലേ മോനെ? അതെ, നമുക്ക് ഒരു ദിവസം ഇവിടെ കൂടാം. സന്തോഷായിട്ട് ആ ഹഡ് ഉണ്ട്, 4 പേർക്കും കയറി കിടക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. പിന്നെ ബാത്റൂം ഉണ്ട്, ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പിന്നെ ഒരുങ്ങാനുള്ളതുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ക്യാമറയൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ക്യാമറ ഈ ബിഗ് ബോസ് പോലെ ഒരു എല്ലായിടത്തും ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസത്തെ ജീവിതം എടുക്കാം. ചെയ്യുമോനെ, നല്ല രസമാ. മക്കളെ ഇതിലൂടെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. ഇതൊന്നും കട്ട് ചെയ്യണ്ട, ഇതൊക്കെ കിടന്നങ്ങ് ഓട്ട. അവര് വിഡ്ഢികളാണെന്ന് അറിയട്ടെ. അവര് മണ്ടരാണെന്ന് അവര് തന്നെ അറിയണം. അറിയാവോ, നമ്മൾ ബുദ്ധിയുള്ളവരാണെന്ന് തിരിച്ചറിയണം. നമ്മൾ വിഡ്ഢികളല്ല, മണ്ടരല്ല. നാഗാദേവിയെ മണ്ടരെന്ന് വിളിക്കുന്നവരാണ്
യഥാർത്ഥ മണ്ടരെന്നറിയണം. ഇതൊന്നും കട്ട് ചെയ്യണ്ട, വിട്ടങ്ങ് പൊക്കോളൂ. ഒരു ദിവസം മോൻ ഈ കമന്റ് കൊണ്ടല്ല ഇങ്ങ് പോരുക. ഇനിയുണ്ട് ഒരു 4-5 കൂടെ ഉണ്ട്. ഞാൻ തീർത്തോട്ടെ. ഓക്കെ, അടുത്തത്. ശരിക്കും ആരാണ് നാഗേച്ചിയുടെ ബാബുസ്വാമി? ആരാണ് അദ്ദേഹം? മോനെ, അത് സംശയമായിട്ട് ചോദിച്ചേട്ടോ ഒരാള്. നിങ്ങൾ എന്റെ ആരാ? നമ്മള് ഒരു ബന്ധവും ഇല്ല. ആ മനുഷ്യന് ഞാനോട് യാതൊരു ബന്ധവും ഇല്ല. എന്നാൽ അവിടെ ചെന്ന് കുറച്ച് നേരത്തെ മിണ്ടിയൊക്കെ വർഷങ്ങൾ കൊണ്ട് 1-2 തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരുടെ കുടുംബം എനിക്കറിയില്ല. അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. നൃത്തം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. നല്ല മനുഷ്യനാണ്. നിങ്ങളിപ്പോ എങ്ങനെയാണോ ഇവിടെ വരുന്നത് അതേപോലെ തന്നെയാണ് അദ്ദേഹവും. പക്ഷേ നല്ല അമ്പോറ്റി മനുഷ്യനാണ്. കാരണം ശുദ്ധഹൃദയമാണ്. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരാള് എൻ്റെ കൈയും പിടിച്ച് അങ്ങനെ നടക്കുന്ന. വേറെ ഒത്തിരി സന്യാസിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു നാഗാദേവിയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ടെന്ന്. പക്ഷെ അദ്ദേഹം ഞാനിവിടെ നേരത്തെ പരിചയമുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ വീടുമായിട്ടോ ഒന്നും എനിക്ക് പരിചയമില്ല. കാണുമ്പോഴുള്ള ഒരു സ്നേഹവും സന്തോഷവും അന്ന് തന്നെ അവിടെ ചെന്ന് കണ്ടപ്പോഴ കുറച്ചും കൂടെ ഞങ്ങൾ കൂട്ടായത്. ഇവിടെ വന്നിട്ടുണ്ട് ഒരു തവണ. നൃത്തം അത് ധാരാളം പേര് വരുന്നില്ലേ, നിങ്ങളും വരുന്നില്ലേ, അതേപോലെ തന്നെയുള്ള എനിക്ക് അദ്ദേഹവും. ഈ നൃത്തം ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാ റീൽസിന് വേണ്ടിയിട്ടാണോ അതോ എന്തെങ്കിലും? അല്ല, അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു ബാബു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഒരു ഡാൻസറാണ്. ആ അദ്ദേഹം നല്ല ഒന്നാം തരം ഒരു ഡാൻസറാണ്, നൃത്തം ചെയ്യുന്ന ഒരാളാ. നല്ല വിദ്യാഭ്യാസമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും. നല്ല അറിവും കഴിവും ബോധവും ഒക്കെ ഉള്ളവരാ. അദ്ദേഹം നന്നായിട്ട് നൃത്തം ചെയ്തു. ഇതിനോടൊപ്പം ഇദ്ദേഹവും ഇങ്ങനെയൊക്കെ ഒന്ന് ആനന്ദം പ്രകടിപ്പിച്ചു. എന്നെ സംബന്ധിച്ച്, ഒരു നൃത്തക്കാരിയായ എന്നെ സംബന്ധിച്ച് അദ്ദേഹം നമ്മളോടൊപ്പം കൂടിയപ്പോൾ എനിക്കത് വളരെ മനോഹരമായിട്ടാ തോന്നിയത്. വേറെ ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ കൊള്ളാലോ തോന്നി, സ്വാഭാവികം. അടുത്ത ചോദ്യം. നാഗേച്ചിക്ക് സ്ഥിരമായി സിനിമയിൽ അഭിനയിച്ചുകൂടെ? ഫാൻസ് ആണ് ചോദിച്ചേക്കുന്നത്. താങ്കളെ സിനിമയിൽ കാണാൻ ആഗ്രഹം ഉണ്ടായിട്ട് അവരെന്ത് ആരാധകരൊന്നുള്ളൂ. ആരാധകരാണെങ്കിൽ അവർ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടു തന്നേനെ. എൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ച് എനിക്ക് നല്ലൊരു വീടെങ്കിലും അവരുണ്ടാക്കി തന്നേനെ. ആണോ അല്ലയോ? അപ്പൊ ഇവർ ആരാധകരാണോ? വെറുതെ കള്ളം പറയാ. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോ എന്തെങ്കിലും അവിടെ നിന്ന് ചെറുതായിട്ടെങ്കിലും ഒരു പേയ്മെന്റ് കിട്ടത്തില്ലേ? അഭിനയിച്ച അല്ലെങ്കിൽ ഒന്ന് മുഖം കാണിക്കുമ്പോ അങ്ങനെയൊന്നും ആരും സഹായിച്ചിട്ടില്ല? മരണമാസ് മൂവി അവിടെ എന്റെ ശബ്ദം കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് പേയ്മെന്റ് തരണമെന്ന്. ഞാൻ വളരെ കുറച്ച് കുഞ്ഞു തുകയാ ചോദിച്ചത്, വളരെ കുഞ്ഞു തുക. പ്രേമലു എന്ന് പറയുന്ന ഒരു സിനിമയിലും താങ്കളുടെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അവരെനിക്ക് ഒന്നും തന്നിട്ടില്ല. കുട്ടികളെ ഒരു കുഞ്ഞു കാശെങ്കിലും തരാമായിരുന്നു, ഒന്നും തന്നില്ല. കുറച്ചും കൂടെ മാന്യതയും മര്യാദയും കാട്ടി ഇവർ.